ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് കൊച്ചിയിൽ വെച്ചിട്ടൊരു എക്സാം ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഉച്ചയ്ക്കാണ് എക്സാം. ദെൻ എക്സാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് 2 ഫ്രണ്ട്സിനെ കൂടെ മീറ്റ് ചെയ്യണം. 1 ഇയറിന് ശേഷമാണ് ഞാൻ അവരെ കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടിയുണ്ട്. രാവിലെ തന്നെ ഇറങ്ങിയോണ്ട് എനിക്ക് ഇൻട്രോ എടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. ഇതൊരു ഓട്ടോ കിട്ടി, അവിടെ നിന്ന് നേരെ ബസ്സിൽ കയറി ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് കാണാം. അത്യാവശ്യം നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ട്രെയിൻ വരുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നെയാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. ദെൻ ട്രെയിനിനുള്ളിൽ കയറിയതിന് ശേഷം വലിയ ഷോർട്സ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം നല്ല സൈലൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇരുന്നിടത്ത് അത്യാവശ്യം ആളും ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അത്യാവശ്യം നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇനി ഫുഡ് കഴിക്കാനുള്ള ടൈമൊന്നുമില്ല. എക്സാം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഞാനൊരു മെട്രോയിൽ കയറിയിട്ട് എക്സാം സെൻറ്ററിലോട്ട് പോവാണ്. അങ്ങനെ എക്സാം കഴിഞ്ഞു, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മളിപ്പം ഫ്രണ്ടിനെ കാണാൻ പോവാണ്. പാലാരിവട്ടം സ്റ്റോപ്പിലെത്തി. ഇനി അവളെ കണ്ടുപിടിക്കണം. അവിടെ എവിടെയോ ഉണ്ടെന്നാണ് പറഞ്ഞത്. കനവിൽ കൂട കാവൽ ചെയ്യും കടമൈ മറവാത്. വർഷത്തിന് ശേഷം അങ്ങനെ ഞങ്ങൾ കണ്ടുമുട്ടി. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അറേബ്യൻ ഡ്രീംസിൽ വന്നേക്കാണ്. ചിക്കൻ ബിരിയാണിയും പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്ത്, പിന്നെ 2 ലഞ്ചസ് നേരത്തെ കഴിക്കാൻ ആഡ് ചെയ്യേണ്ടതാ. പറഞ്ഞു അങ്ങനെ നമ്മൾ ലാസ്റ്റ് ആർദ്രയുടെ അപ്പുവിൻ്റെ അപ്പാർട്ട്മെൻറ്റിലെത്തി. ഇതാണ് അവരുടെ റൂം. അപ്പം അപ്പു വന്നിട്ടില്ല. ഇനി നമുക്ക് അപ്പു വന്നിട്ട് സർപ്രൈസ് കൊടുക്കാം. കനവിൽ കൂട കാവൽ ചെയ്യും കടമൈ മറവാത്. അങ്ങനെ അപ്പു വന്നതിന് ശേഷം ഞാനും ഫ്രഷ് ആയിട്ട് ഞാനും കൂടെ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ വന്നിട്ട് ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആർദ്രയ്ക്ക് ഒരു ഓൺലൈൻ ക്ലാസ് ഉള്ളതുകൊണ്ട് അവൾ നമ്മളോട് അപ്പം വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പൊക്കോ പുറകെ വന്നോളാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടുത്തെ ടിക്കറ്റെല്ലാം എടുത്ത് കടവന്ത്രയിലോട്ട് പോയി. ദെൻ അപ്പുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 1 ഇയർ ബാക്കാണ് ഞാൻ അപ്പുവിനെ പരിചയപ്പെടുന്നത്. ഞാൻ, അപ്പു, ആർദ്ര, ജാസ്മിൻ, മാളു, നമ്മൾ 5 പേരും റൂംമേറ്റ്സ് ആയിരുന്നു എറണാകുളത്ത് പഠിക്കുന്ന ടൈമിൽ. അപ്പു ആക്ച്വലി ഞങ്ങളെക്കാൾ നല്ല ഇളയതാണ്. 20 വയസ്സേ ഉള്ളൂ കുട്ടിക്ക്. പക്ഷെ അതിൻ്റെ ഗമയൊന്നും അപ്പുവിനില്ല കേട്ടോ. അവളുടെ കെയറിങ് കണ്ടാൽ തോന്നും അവളാണ് ചേച്ചിയെന്ന്. അതേപോലെയാണ് ഞങ്ങളുടെ അപ്പു. അത്രയ്ക്ക് നല്ലൊരു ബോണ്ടാണ് നമ്മൾ തമ്മിലുള്ളത്. എങ്ങനെ പോകുന്നത്? നമ്മൾ ഹെയർ ടോപ്പിയിലോട്ടാണ് പോകുന്നത്. ഞങ്ങൾ ഹെയർ ടോപ്പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന അശ്മ ചേച്ചി വേറെ ലെവലായിരിക്കും. കടവന്ത്രയിലുള്ള ഹെയർ ടോപ്പിയ എന്ന് പറയുന്നൊരു സലൂണാണിത്. അപ്പം അപ്പൂന് ഹെയർ ഒന്ന് കട്ട് ചെയ്യണമായിരുന്നു, അതേപോലെ എനിക്ക് ജസ്റ്റ് ഹെയർ ഒന്ന് കേൾ ചെയ്തിടണമായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഇതിന് മുന്നേ ഇവിടെ വന്നിട്ട് ഹെയർ കേൾ ചെയ്യുകയും കളർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ സലൂണിനെ പറ്റിയിട്ട് അറിയുന്നത്. പറയാതിരിക്കാൻ വയ്യ, അത്രയും പെർഫെക്ഷനോട് കൂടിയാണ് ഇവർ ഹെയർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. കൂടുതലും ഗേൾസ് ഇവിടെ വരുന്നത് ഹെയർ കേൾ ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഗേൾസിൽ ഇത്രയും പെർഫെക്ഷനോട് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുന്ന വേറെ ഒരു സലൂണും ഞാൻ കണ്ടിട്ടില്ല.
അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോയി. ന്യൂ ഇയറിൻ്റെ തലേദിവസം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പുറത്ത്. അതേപോലെ തന്നെ അന്നത്തെ ദിവസം കൊച്ചി കാണാൻ നല്ല ഭംഗിയായിരുന്നു, ചുറ്റിനും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ട്. മിക്ക ഉള്ളിടത്തും പല പല പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളെങ്ങും പോയില്ല. നമ്മൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഒന്നിറങ്ങി നടക്കാമെന്ന് കരുതി. ഗൈസ് നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻട്രൻസ് കണ്ടുപിടിക്കാൻ ട്രൈ ചെയ്യുകയാണ്. എന്താ വേണം? ഏതാ? എല്ലാത്തിനും അത്രയ്ക്കും ഉള്ളതെന്ന് നമുക്കറിയില്ല. അതിനുശേഷം നമ്മളൊരു ഓട്ടോ വിളിച്ച് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ അവിടെ ഏതോ ഒരു സ്പോട്ട് കാണിച്ച് തരാമെന്ന് ആർദ്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെയാണ്. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി നേരെ നടന്നു. മായനദിയിൽ ഒരു സീൻ ഷൂട്ട് ചെയ്തൊരു സ്പോട്ടാണ് അവിടെ. കാണിച്ചു തരാം. കുറച്ച് നടക്കാനുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞ സംഭവം ഫിലിം ഷൂട്ട് ചെയ്തൊരു ചേട്ടൻ. അപ്പോ അപ്പോ ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. ഹാപ്പി ന്യൂ ഇയർ. കേറിക്കേ അപ്പോ കേറിക്കേ കേറിക്കേ കേറിക്കേ. നൈസ്. കൊള്ളാം കൊള്ളാം. കറക്റ്റ് 12 മണി ആയപ്പോൾ തന്നെ എല്ലാവരും ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ് ഇതെല്ലാം. നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ഫാമിലി ആയിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നത്. അവരാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തു. നമ്മൾ മുകളിൽ നിന്ന് കണ്ടുകൊണ്ട് നിന്നു. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ന്യൂ ഇയർ ഇത്രയും നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് കാണുന്നതും ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നതും. സോ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ മൈ ലൈഫ്. അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരാണ്.
നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പം താഴെ എത്തിയിട്ടുണ്ട്, പോയി വാങ്ങാം. ചേട്ടാ ഞാനപ്പോൾ പോവാണ്. വേറെ താഴെ വന്നിട്ടുണ്ട്. ചേട്ടാ വരുവാ. ട്രെയിൻ നല്ല ലേറ്റ് ആണെന്ന് തോന്നുന്നു. 11:10 എത്തേണ്ടത് 12:08 എത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ എത്തിയിട്ട് കഴിക്കാന്നുള്ളൊരു ഇതിലിരുന്നയാ. 3:30 ആവും. 12:30 എന്നാ കാണിക്കുന്ന ട്രെയിനിൽ. അത്ര നേരം ഇരിക്കണം. മിക്കപ്പോഴും ട്രെയിൻ യാത്രയിൽ ഓർമ്മിച്ച് വെക്കാൻ എന്തെങ്കിലുമൊക്കെ കിട്ടാറുണ്ട്. അതുപോലെയായിരുന്നു ഈ ഒരു യാത്രയിലും. എൻ്റെ കൂടെ എറണാകുളത്ത് നിന്ന് കയറിയതായിരുന്നു ഹസ്ന. ട്രെയിൻ നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനും ഹസ്നയും രാവിലെ ഫുഡ് കഴിച്ചതേ ഉള്ളൂ. പക്ഷെ അവൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബർഗറും കൊണ്ടാണ് ട്രെയിനിൽ കയറിയത്. പക്ഷെ ബർഗർ വാങ്ങിയ ടൈമിൽ ആഡ് ഓൺ ആയിട്ട് ഒരു ബർഗർ കൂടി എക്സ്ട്രാ കിട്ടി. അങ്ങനെ ആ ബർഗർ അവൾ എനിക്ക് തന്നു. ഞാൻ വേണ്ടാന്ന് ആദ്യമൊക്കെ പറഞ്ഞെങ്കിലും എന്തായാലും അത് വേസ്റ്റ് ആവും, അവളെന്തായാലും കഴിക്കാൻ പോകുന്നില്ല, എന്തായാലും കളയാനേ പറ്റൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചത് കൊണ്ട് ഞാൻ ആ ബർഗർ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ലാസ്റ്റ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഹസ്നയോട് യാത്ര പറഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി. കേട്ടോ ആണോ? ആണോ? ഓക്കെ, അപ്പോൾ എപ്പോഴെങ്കിലും കാണാം. ഓക്കെ, ബൈ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടിൽ ദെൻ ബൈ.